നമ്മുടെ ഗുരുവായൂരപ്പനെ എന്തെങ്കിലും വഴിപാട് നമ്മൾ നേർന്നു കഴിഞ്ഞാൽ അത് വേഗം തന്നെ കൊണ്ടുവന്ന് സമർപ്പിക്കണം എന്നാ പറയാ. അതെന്തുകൊണ്ടാണെന്ന് ഒരു കഥയിലൂടെ പറയാട്ടോ. ഞാൻ മുൻപും ശകടാസുരവധം കഥ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഉണ്ണിക്ക് ഒരു 84 ദിവസം പ്രായമുള്ള സമയത്ത് ഉണ്ണിയെ ഉറക്കിയിട്ട് യശോദാമ്മ ഒരു വലിയ കളിവണ്ടിയുടെ ചുവട്ടിലാണ് കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ടായിരുന്നേ. രോഹിണിയമ്മയാ പറഞ്ഞേ അവിടെ കൊണ്ടുവന്ന് കിടത്തിക്കൊള്ളാൻ. കാരണം ആ കളിവണ്ടിയിൽ മനോഹരമായ ചായങ്ങൾ ഇങ്ങനെ പൂശിയിട്ടുണ്ടായിരുന്നു, മണികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിക്ക് ഈ നിറങ്ങളൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയാൽ ഇനിയിപ്പോൾ ഉറക്കമുണർന്നു കഴിഞ്ഞാലും ഈ നിറങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ കിടന്നോളും, വാശി പിടിക്കുകയൊന്നുമില്ല, കരയൊന്നുമില്ല. അതുകൊണ്ടാണ് അവിടെ കൊണ്ടുവന്ന് കിടത്താനായിട്ട് പറഞ്ഞത് രോഹിണിയമ്മ യശോദമ്മയുടെ അടുത്ത്. പക്ഷെ ഉണ്ണിക്ക് അതുകൊണ്ടല്ല കേട്ടോ ആ കളിവണ്ടിയോട് ഇത്രയേറെ ഇഷ്ടം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ണിക്ക് ഒരു വയസ്സായിട്ടുള്ള ആശാരി കൊണ്ടുവന്നതായിരുന്നു ആ ഒരു കളിവണ്ടി. അപ്പോൾ ഇത് നന്ദഗോപരുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന സമയത്ത് നന്ദഗോപർ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തിനാ ഇത്ര പെട്ടെന്ന് ഈ ഒരു കളിവണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്നേ, ഉണ്ണിക്ക് ഇത് ഉപയോഗിക്കാനുള്ള പ്രായം ആവണല്ലേ ഉള്ളൂന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെനിക്കറിയാം, ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടേ ഉണ്ണിക്കിത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ അപ്പോഴേക്കും എനിക്കിതിന് സാധിച്ചില്ലെങ്കിലോ കൊണ്ടുവരാനായിട്ട്, അതുകൊണ്ടാണ് ഞാനിത് നേരത്തെ കൂട്ടി കൊണ്ടുവന്ന് സമർപ്പിച്ചതെന്ന്. ഈ ഒരു ചിന്താഗതി നമ്മുടെ ഭഗവാന് നല്ല ഇഷ്ടമായിന്ന്. അതായത് ഭഗവാൻ എന്തെങ്കിലും നമ്മൾ സമർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ കൊണ്ടുവന്ന് സമർപ്പിച്ചോളൂ എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രേ ഈ ഒരു കളിവണ്ടിയോട് ഇത്രയേറെ ഇഷ്ടം ഭഗവാൻ ഉണ്ടായത്. അല്ലാതെ രോഹിണിയമ്മ പറഞ്ഞ പോലെ ആ നിറങ്ങൾ കണ്ടിട്ട് സന്തോഷിച്ചിട്ടല്ലാന്ന്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ എന്ത് തന്നെ വഴിപാടുകൾ ഭഗവാന് സമർപ്പിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും വളരെ വേഗം തന്നെ കൊണ്ടുവന്ന് സമർപ്പിച്ചോളൂ എന്നാ പറയുന്നത്. അത്രയേറെ ഇഷ്ടമാണെന്ന് ഗുരുവായൂരപ്പനെ.